തങ്ങളോട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകനോട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന് 4 ഗുണങ്ങളുണ്ട്, 4 സ്വഭാവമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവന് പ്രവാചകന്റെ ജീവിതം പിൻപറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് സ്നേഹത്തിന്റെ ഒന്നാമത്തെ അടയാളം. അതാണ് പ്രവാചകനോടുള്ള മഹബത്തിന്റെ ഒന്നാമത്തെ അടയാളം. എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഷ്ടപ്പെട്ടാൽ അവന് പ്രവാചകന്റെ ജീവിതം അവിടെ നിന്ന് പിൻപറ്റുകയാണ്. ആരെങ്കിലും എന്റെ ജീവിതം പിൻപറ്റിയാ കാനമഈ ഫിൽ ജന്ന, അവൻ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനോട് ഇഷ്ടമുള്ളതിന്റെ ഒന്നാമത്തെ അടയാളം പ്രവാചകന്റെ ജീവിതം സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരലാ. ആരാവുള്ളത്? പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആരാവുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ ആരാണെന്നറിയാത്തവരുണ്ട്. പ്രവാചകന്റെ ജീവിത ചരിത്രം ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചവനാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ചരിത്രം വായിച്ച ആരാവുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം വായിച്ചാ കിട്ടുന്ന പ്രതിഫലം കേൾക്കുമോ? മുത്തുനബിയുടെ 63 വർഷക്കാലം അല്ലെങ്കിൽ 23 വർഷക്കാലം ആ പ്രവാചകന്റെ ജീവിത ചരിത്രം വായിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അവന് പ്രവാചകനെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ പറയാൻ കഴിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന എത്ര പേരാണുള്ളത്? നിങ്ങൾ സുന്നത്ത് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനും നിങ്ങളും പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ ചെയ്യുന്നവരാ. പക്ഷേ നിത്യമായി ചെയ്യാറുണ്ടോ വാപ്പാ? നിത്യമായിട്ട് പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ഒരെണ്ണം പറയാൻ കഴിയുമോ? എല്ലാം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്നില്ലേ? ഏത് കാലി വെച്ചാണ് ബാത്റൂമിൽ കയറേണ്ടത്? എന്തു പറഞ്ഞുകൊണ്ടാണ് കയറേണ്ടത്? എങ്ങനെയാണ് ഇരിക്കേണ്ടത്? എന്തെല്ലാം നിന്റെ കയ്യിൽ കൊണ്ടുപോകാൻ പാടില്ല? ഇറങ്ങുമ്പോ ഏത് കാല് വെച്ചിറങ്ങണം? എന്തു പറഞ്ഞിട്ടിറങ്ങണം? എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്? എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? എങ്ങനെയാണ് കിടപ്പറയിൽ കിടക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ 23 വർഷക്കാലം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ആ കാണിച്ചു തന്ന ജീവിതം ആര് തന്റെ ജീവിതത്തിൽ പിൻപറ്റുന്നുണ്ടോ അവനാണ് യഥാർത്ഥ അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുള്ളതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനോട് മഹബത്തുണ്ടെങ്കിൽ പ്രവാചകന്റെ ജീവിതം അവൻ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രവാചകന്റെ ഒരു സുന്നത്ത് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചെയ്യുന്നവരാ, പക്ഷെ നിത്യമായിട്ട് ചെയ്യണ ഒരെണ്ണം പറ. ഇത് ചോദിച്ചാൽ സിറാജ് ഉസ്താദെ അള്ളാഹു ചെയ്തില്ല എന്ന് പറഞ്ഞ് നരകത്തിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ. കാരണം മസല പഠിച്ചു വെച്ചിരിക്കുക. ഇപ്പൊ ഒരാള് പ്രവാചകന്റെ സുന്നത്ത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നരകത്തിലൊന്നും പിടിച്ചിടത്തില്ലല്ലോ. ചെയ്താ പ്രതിഫലമുണ്ട്, അത്രയല്ലേ ഉള്ളൂ. നിസ്സാരം, അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ. മൂക്കിന്റെ മുകളിൽ ഈച്ച വന്നിരുന്നിട്ട് പറക്കണ പോലെ, ഇങ്ങനെ ആട്ടി ഓടിക്കണ പോലെ, എത്രയേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ ഭയങ്കര ഇപ്പൊ പഴയതുപോലൊന്നും അല്ല. ഇസ്ലാമിന്റെ മസലകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ആവശ്യമില്ലാത്തതാണെന്നേ ഉള്ളൂ. ആവശ്യമുള്ളത് ചിന്തിക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ഇന്ന് ചെറുപ്പക്കാർ ചിന്തിക്കാം. ഉദാഹരണം പറഞ്ഞ തങ്ങന്മാരിയ്ക്കുന്നെങ്കിലും പറയാൻ പാടില്ലെങ്കിലും എൻ്റെ ഒരു അനുഭവം, നമ്മൾ പറയാറുണ്ട് ആദൻ നബി അലൈഹിസ്സലാമിന്റെ വാരിയിൽ നിന്ന് ഹവ്വ ബീവിയെ സൃഷ്ടിച്ചത്. പൊതുവേ പറയും എല്ലാവരുടെ ഭാര്യമാരെയും അവരുടെ വാരിയിൽ നിന്ന് സൃഷ്ടിച്ചത് എന്ന് പറയാറുണ്ട്. ഇല്ലേ? പറയാറില്ലേ മനുഷ്യന്മാരെ? അവനവന്റെ ഭാര്യ അവന്റെ ഭാര്യയിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയാറുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യം, ഉസ്താദെ എല്ലാവരുടെ ഭാര്യയും അവരവരുടെ ഭാര്യയിൽ നിന്നാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈ 2 പെണ്ണ് കെട്ടുന്ന ആളുണ്ടല്ലോ, 2 പെണ്ണ് കെട്ടുന്നുണ്ടല്ലോ, അപ്പൊ ഈ പെണ്ണുങ്ങൾ എങ്ങനെ പകുതി എല്ലൊടിച്ചിട്ട് എടുത്തെന്നാ ചോദിക്കണ ചെറുപ്പക്കാരൻ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ. അത് മറ്റൊരു വിഷയം. ആദം നബി വാരിയിൽ നിന്നില്ല, അവനവന്റെ ഇണകളെ അവനിൽ നിന്ന് സൃഷ്ടിച്ചെന്നേ ഉള്ളൂ. വാരിയിൽ നിന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. അങ്ങനെ
ഭാര്യയിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ച ചോദ്യ. അപ്പൊ ചോദിക്കുക, ഉസ്താദ്, എല്ലാവരുടെ ഭാര്യമാരെയും അവനവന്റെ ഭാര്യയിൽ നിന്നാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈ 2 പെണ്ണ് കെട്ടുന്നവൻ എവിടെ സൃഷ്ടിച്ചത്? ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഈ നബിദിനൊക്കെ കടന്നു വരുമ്പോൾ അതുണ്ടോ, ഖുറാനിലുണ്ടോ, അതിങ്ങനെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ആവശ്യമില്ലാത്ത ബുദ്ധി, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നന്മയ്ക്ക് കൂട്ടു നിൽക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. ഒരു സുന്നത്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി മുതൽ, ഇന്നത്തെ ഈ സദസ്സിലിരിക്കുന്ന ഈ രാത്രി മുതൽ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പിടിച്ചൂടെ? ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചൂടെ? ഏത് സുന്നത്ത് ചെയ്യും? ഇപ്പൊ പറയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അല്ലേ. ഞാൻ ആർക്കും, ലോകത്ത് ഒരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സുന്നത്ത് പറയാം. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്തല്ലേ? സുന്നത്തല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ രാത്രി മുതൽ മരിക്കണ കാലം വരെ, ഓർമ്മയുള്ള കാലം വരെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവര് കൈപൊക്ക്. ഇന്നു മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ കൈപൊക്കുന്നവർക്കുള്ള പ്രതിഫലം ഞാൻ പറയുമ്പോൾ കൈപൊക്കാത്തവൻ എനിക്ക് പൊക്കാൻ പറ്റിയില്ലല്ലോ ഓർമ്മത്തിട്ട് കരയും, അത്ര എനിക്കുള്ളൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ കൈപൊക്കിയവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ഉസ്താദ് എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തുടങ്ങൽ സുന്നത്താണ്. അത് പ്രവാചകൻ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് മുതൽ അത് ജീവിതത്തിൽ ചെയ്യാമെന്ന് തീരുമാനമെടുത്തവര് അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മൻ ഹാഫള അലാ സുന്നതി. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാമെന്ന് തീരുമാനമെടുത്ത് ഈ സദസ്സിൽ നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹയുടെ സ്ഥാനത്താണ് ഈ കൈപൊക്കിയത്. ഇതിന് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ദുനിയാവിൽ അള്ളാഹു നിങ്ങൾക്ക് 4 പ്രതിഫലം തരുമെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് 4 പ്രതിഫലമുണ്ട്. ആരും വെറുതെ ചെയ്യണ്ട. പ്രവാചകന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവർ അല്ലാഹു ദുനിയാവിൽ 4 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എല്ലാവർക്കും ചില ആൾക്കാർക്ക് വല്ലാത്ത ഒരു ഇഷ്ടമുണ്ട്. എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും ഞാൻ മഹാനാണെന്ന് പറയണം, കാണുന്നവരെ മുഴുവനും എന്നെ ആദരിക്കണം. അതിന് സ്വന്തമായിട്ട് പള്ളി കെട്ടി കൊടുക്കുന്നവരുണ്ട്, ലക്ഷങ്ങൾ സദക്ക കൊടുക്കുന്നവരുണ്ട്, സ്വന്തം ഫ്ലെക്സ് അടിച്ച് വെക്കുന്നവരുണ്ട്, അല്ലാഹുവേ വഅദ നടത്തുന്നവരുണ്ട്. എല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പബ്ലിസിറ്റിയാണോ വേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ സുന്നത്ത് തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പ്രവാചകന്റെ സുന്നത്ത് ആരെങ്കിലും തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ, സയ്യിദന്മാരുണ്ടല്ലോ, പള്ളിയിലെ ഇമാമാരുണ്ടല്ലോ, ഹജ്ജ് ചെയ്തവരുണ്ടല്ലോ, ഉംറ ചെയ്തവരുണ്ടല്ലോ, നിസ്കാരത്തഴമ്പുള്ള 5 നേരം നിസ്കരിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരും. പടച്ചവനെ, നിനക്ക് ബഹുമാനം തരും. അവരെല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലമാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവര്. അവിടെ ഹൃദയത്തിന്റെ അകത്ത് നിനക്കൊരു സ്ഥാനം തരും, ഒരു മഹത്വം തരും. എല്ലാവരും നിന്നെ ബഹുമാനിക്കും, എല്ലാവരും നിന്നെ സ്നേഹിക്കുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, രണ്ടാമത്തെ കാര്യം എന്താ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ,
ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രവാചകന്റെ സുന്നത്ത് തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നീ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂക്കിനെയും ഭയപ്പെടണ്ട. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു നിന്നെ കുറിച്ചുള്ള പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നിന്നെക്കാളും പണമുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ, അധികാരമുള്ളവനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, ആൾബലമുള്ളവനാകട്ടെ, ആരുമാകട്ടെ, നീ ഭയപ്പെടണ്ട. അവന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഭയം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി ഇസ്ലാമിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാ. എല്ലാവരും ഇസ്ലാമിനെതിരെ തിരിയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, പലതും പറഞ്ഞുകൊണ്ട് നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുകയാ. ഏക സിവിൽ കോഡ് പറഞ്ഞു, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ മുകളിൽ കൈവച്ചു. പടച്ചവനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവര്, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നവര്? നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? പാങ്കമിക്കാമത്തും ജനിച്ചപ്പോഴേ ചെവിയിൽ വിളിച്ചിരിക്കുകയാണ്. ഇനി വതാ കുളിപ്പിച്ചോ പള്ളിയിലേക്ക് കൊണ്ട് കിടത്തുന്ന സമയമേ ഉള്ളൂ. ഈ സമയം ഇവിടെ ജീവിക്കുന്ന നമ്മൾ ആരെ ഭയപ്പെടാരാ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പ്രവാചകന്റെ ജീവിതം മുറുകെ പിടിച്ച താടി വളർത്തിയ തീവ്രവാദി എന്ന് വിളിക്കും, ഭീകരവാദി എന്ന് വിളിക്കും, കാണുന്നവിടെ മുനും നിന്നെ കളിയാക്കും, നിന്നെ പഴഞ്ചനെന്ന് വിളിക്കും. ആര് വിളിച്ചാലും നിനക്കെന്താ പൊന്നുമോര്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയ അള്ളാഹു അവന് ധൈര്യം കൊടുക്കുകയാണ്. ആരുടെ മുന്നിലും ഉള്ളത് പറയാറുള്ള ചങ്കൂറ്റം അവന് കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാ, വല്ലാത്ത പ്രവാചക സ്നേഹിയോ, റസൂലുള്ളാഹിന്റെ ജീവിതം തന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനാ. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അതാ ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ഹജ്ജാജ് പറഞ്ഞു, ഇവന്റെ തല എനിക്കെടുക്കണം, ഇവനെ കൊല്ലാൻ എനിക്ക് അവസരം വേണം. ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി ഉണ്ടല്ലോ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അതാ അവിടുന്ന് കൈകാലുകൾ കെട്ടിയിട്ട് കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാ. അല്ലാഹുവേ, തന്റെ ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിയിട്ട് ഹജ്ജാജ് കൊല്ലുന്നതിന് വേണ്ടി, കഴുത്ത് വെട്ടുന്നതിന് വേണ്ടി അവിടുന്ന് വാളങ്ങുയർത്തുമ്പോ ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു ചിരിക്കുകയാ. വെട്ടിക്കൊല്ലാൻ വാളുയർത്തിയവന്റെ മുഖത്ത് നോക്കിയിട്ട് അവിടുന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, വജ്ഹത്തു വജ്ഹിയലില്ലദീ ഫതറ സമാവാതി വൽ അർദ്. അവിടുന്ന് പറയുന്നു, ഹജ്ജാജ്, എന്റെ ജീവൻ അല്ലാഹുവിനുള്ളതാ. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് അവിടുന്ന് പറയുമ്പോ ഹജ്ജാജ് പറഞ്ഞു, ഖിബ്ലയുടെ നേരെ കിടന്ന് ചാകണ്ടടോ എന്ന് പറഞ്ഞിട്ട് തല പിടിച്ച് തിരിച്ചിടുകയാണ്. അവിടത്തെ തല പിടിച്ചിട്ട് തിരിച്ചിട്ടിട്ട് തല വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും ചോദിക്കുന്നു, ഹജ്ജാജേ, തല തിരിച്ചിടുകയാണോടാ? എടാ, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറിന്റെയും അധിപൻ അല്ലാഹുവാ, എങ്ങോട്ടിട്ട് വെട്ടിയാലും എനിക്കൊന്നുമില്ലടോ. ഹജ്ജാജിന് വല്ലാത്ത ദേഷ്യം വന്നു. തല പിടിച്ചിട്ട് മണ്ണിനകത്തേക്ക് താഴ്ത്തി വെക്കുകയാണ്. എന്നിട്ട് പിരടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിക്കുന്നു, ഹജ്ജാജ്, മണ്ണിൽ എന്നെ താഴ്ത്തി വെക്കുകയാണോ? എടാ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും തഅറതൻ നുഖ്റാ. അല്ലാഹു മണ്ണിൽ നിന്നാ എന്നെ സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെയാ അല്ല എന്നെ മടക്കുന്നത്. ഹജ്ജാജിന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുമ്പോ ഹജ്ജാജിന് ദേഷ്യം വരികയാണ്. അവിടുന്ന് തലപിടിച്ച് തിരിച്ചിടുകയാണ്. എന്നിട്ട് അതാ തന്റെ കഴുത്തിൽ വെട്ടുന്നതിന് വേണ്ടി വാളങ്ങുയർത്തുമ്പോ അപ്പോഴും കിടന്നു ചിരിക്കുന്നു ഹജ്ജാജ്. ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്.
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വെട്ടിക്കൊല്ലുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ധൈര്യത്തോടെ പറയാറുള്ള ചങ്കൂറ്റമുണ്ടല്ലോ, എവിടെ നിന്നാ കിട്ടിയത്? അല്ലാഹുവിന്റെ പ്രവാചകനാ പറഞ്ഞത്, അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ഫജറാ. മോനെ പേടിയാടോ ഈ കൈപൊക്കിയവര്. അല്ലാഹുവിന്റെ ഈ ദുനിയാവിൽ നീ അല്ലാഹനെ അല്ലാതെ ഒരാളെയും ഭയപ്പെടണ്ട. പടച്ചറബ് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്ത വാപ്പാ, മരിക്കുന്ന കാലം വരെ പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് എന്റെ മക്കളെ കെട്ടിക്കാ പൈസയില്ല, വീട് വെക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, ഭക്ഷണം കഴിക്കാ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കുന്നവരെ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ കാണുന്നവപ്പോ, വീടിന്റെ പണക്കാരന്മാരുടെ വീടിന്റെ മുന്നില് സ്വന്തം മക്കളെയും കൊണ്ടുവന്ന് യാചിക്കുന്ന കാഴ്ച കാണുന്നവര് പ്രവാചകന്റെ സുന്നത്തെ ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകുകയാ. ഒരാളുടെ മുന്നിലും പോയിട്ട് കൈനീട്ടേണ്ട ഒരു ഗതികേട് പടച്ചുറപ്പ് നിനക്ക് തരൂല. അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ കൈ നീട്ടിയവനെ മരിക്കണ കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പോയി തോർത്തു വിരിക്കേണ്ട ഗതി നിനക്ക് തരൂല അല്ലാഹ്. പണക്കാരന്മാരുടെ വീടിന്റെ മുന്നിൽ, സംഘടനകളുടെ മുന്നിൽ പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ ഒന്നുമില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഒരു ഗതികേട് അല്ലാഹു നിനക്ക് തരൂല. അല്ലാഹു നിന്റെ റിസ്കിൽ വിശാലത നൽകും, അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എന്തെല്ലാം നല്ല കാര്യങ്ങൾ നൽകിയോ ആ നൽകിയ എല്ലാ നല്ല കാര്യങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും ഐശ്വര്യവും അല്ലാഹു ചൊരിഞ്ഞു തരുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബർക്കത്ത് വേണമെങ്കിൽ കൈവക്ക്, ഞാൻ വഴി പറഞ്ഞുതരാം. അല്ലാഹു തന്നതിൽ ബർക്കത്തില്ലെങ്കിൽ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കോടിക്കണക്കിന് ആസ്തിയുണ്ടെങ്കിലും ബറക്കത്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ കിട്ടിയിട്ടും കാര്യമില്ല. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 1400 വർഷങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തു, അല്ലാഹുവേ ഒരു വാപ്പയ്ക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ തന്റെ നാവ് കൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ നീ ഒരു പിതാവിന് ബറക്കത്ത് ചെയ്യണേ എന്ന്. അല്ലാഹു ആ പിതാക്കന്മാരിൽ നമ്മളെയൊക്കെ പെടുത്തുമാറാകട്ടെ. ഏത് പിതാവിനാണെന്നറിയാവോ? റസൂലുള്ളാഹി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ബറക്കത്തുണ്ടാകാൻ ദുആ ചെയ്ത പിതാവാരെന്നറിയോ? തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിലൊരു വടിയെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആർക്ക് വേണ്ടി? സ്വന്തം മക്കളെ നന്നാക്കാൻ, തെറ്റ് ചെയ്യുമ്പോൾ അവനെ തല്ലി നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിലൊരു വടി വെട്ടി വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെ നന്നാക്കാൻ വീട്ടിലൊരു വടി വെട്ടി വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഉണ്ടോപ്പാ? മക്കളെ നേരെയാക്കാൻ വീട്ടിലൊരു ചുള്ളിക്കമ്പെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും വീട്ടിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. നിങ്ങളുടെയൊക്കെ വാപ്പമാര് നിങ്ങൾക്ക് തരേണ്ട സമയത്ത് തന്നതുകൊണ്ട് തന്ന് നന്നാക്കിയപ്പോൾ ഇവിടെ എത്തി. ഇപ്പൊ നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് ഓം വെളിയിൽ എവിടെ കിടപ്പുണ്ട്. ഇതാ മക്കളെ തല്ലി നന്നാക്കണം. പറയണ്ട്, തല്ലണോന്നല്ല ഞാൻ പറഞ്ഞത്, വീട്ടിലൊരു വടിയെടുത്ത് വെക്കണം. ഒരു വീട്ടിൽ വാപ്പ അടിക്കും, ഇന്ന സ്ഥലത്ത് ചൂരലിരിപ്പുണ്ടെന്ന് മക്കൾ പറയണം. അങ്ങനത്തെ അവസ്ഥ. വീട്ടിൽ മക്കളെ നന്നാക്കാൻ ഒരു വടി വെട്ടി, ഇന്ന് പോകുന്ന വഴിയിൽ പൈസ കൊടുത്ത് വാങ്ങിയില്ലെങ്കിലും സ്വന്തം പറമ്പിൽ നിന്ന് ഒരു ഈർക്കലെങ്കിലും ഒടിച്ച് വീടിൻ്റെ അകത്ത് കൊണ്ടുവെക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ നിങ്ങളുടെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കണ വരെ അല്ലാഹു ദാരിദ്ര്യം തരൂല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വഴുത് കഴിഞ്ഞ് പോകുമ്പോൾ എന്തെങ്കിലും വേണമല്ലോ, എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകണമല്ലോ. 4 കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളെ കൊണ്ട് പറ്റാത്തൊന്നും ഞാൻ പറയൂല.
പൈസ ചെലവൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞ ഒന്നാമത്തെ കാര്യം? ഉസ്താദെ, സുബഹിക്ക് എഴുന്നേക്കണില്ല, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് തന്നെ എഴുന്നേക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അവിടെ നിന്ന് പറഞ്ഞു, സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുക, ബർക്കത്തുണ്ടാകും, ദാരിദ്ര്യം ഉണ്ടാകില്ല. 2 വഖത്തിന് മുമ്പേ ഒളുവെടുക്കുക എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളുവെടുക്കണം. ഏത് വഖത്താണെങ്കിലും ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളുവെടുക്കുക, ദാരിദ്ര്യം ഉണ്ടാകില്ല. 3 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായി കയറിയിരിക്കണം. പള്ളിക്കകത്തെങ്കിൽ പള്ളിക്കകത്ത്, പെണ്ണുങ്ങൾ നിങ്ങൾ പള്ളിയിലൊന്നും പോകണമെന്ന് പറഞ്ഞിട്ട് പറയാതിരുന്നാൽ മതി. ഇപ്പം എല്ലാം ചർച്ച ചെയ്താണല്ലോ. പെണ്ണുങ്ങൾക്ക് പിന്നെ പള്ളിയിലല്ല, നിങ്ങളുടെ വീടിൻ്റെ മുസല്ലയിൽ നിങ്ങൾ കയറിയിരിക്കുക. അള്ളാഹു ഒരു കാലത്ത് നിങ്ങൾക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ 3 കാര്യം. 1, സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒളുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മുസല്ലയിലെത്തി. ഇത് 3 പറ്റും. 4മതൊരു കാര്യമുണ്ട്, അത് ചിലർക്ക് പറ്റാത്ത കാര്യമാണ്. 4മത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ അധികം മോശമായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാൻ പാടില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഇറച്ചിയിട്ട് തുടങ്ങുന്നത് പള്ളിയുടെ മുന്നിലെ. പള്ളി ഇശായി നിസ്കരിച്ച് ഹദ്ദാദ് ഓതി എല്ലാം കഴിഞ്ഞ് വിത്ർ നിസ്കാരവും കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് മോദി സാഹിബ് കഥ കടച്ചിട്ട് പോയാലും നമ്മൾ പള്ളിയുടെ വരാന്തയുടെ സൈഡിൽ എവിടെങ്കിലും കാണും, അള്ളാഹ് ഇറച്ചി തീറ്റി, ശവം തിന്നി ഇറച്ചി, ഇല്ലേ, തീറ്റി ഇറച്ചി. അതിൽ പിന്നെ കുറവൊന്നും ഇല്ലല്ലോ. വീട്ടിൽ ചെന്നു, വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി, റൂമിൻ്റെ അകത്ത് കിടന്നിട്ട് ഫോൺ വിളി, ടവർ കത്തിക്കല്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. അത് സംസാരിക്കാതിരുന്നാൽ അള്ളാഹു ഒരു കാലത്ത് നിങ്ങൾക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 4മത്തെ പ്രതിഫലം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കിയാൽ അള്ളാഹു അവന് കൊടുക്കുന്ന 4മത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഉസ്താദന്മാര് പ്രഭാഷണം നടത്തുന്നത് കേട്ടിട്ടില്ലേ? മദ്രസയിലെ വിദ്യാർത്ഥികൾ റബീഉൽ അവ്വലിന്റെ പ്രഭാഷണത്തിൽ മഹാനായ സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ചരിത്രം ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് തന്നെ വല്ലാത്ത അത്ഭുതം തോന്നുമല്ലോ. അതാ ചുട്ടുപടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലെ മലർത്തിക്കിടത്തികെട്ട് കരിമ്പാറയെടുത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് അതാ ഉത്തുബത്തും ശൈബത്തും മാറി മാറി വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ആ മരുഭൂമിയിലിട്ട് ചാട്ടപാറ കൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന ചരിത്രം കേൾക്കുന്നവരാ എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചില സഹാബികളോട് പറഞ്ഞു, നീ മരിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും യുദ്ധക്കളത്തിലേക്ക് ഞാൻ പോയാ മരിക്കുമെന്നറിയാ, എന്നിട്ട് പോലും യുദ്ധക്കളത്തിലേക്ക് യുദ്ധത്തിന് വേണ്ടി കടന്നു പോയാ മഹാനായ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. പടച്ചവനെ, അതാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ പിടിച്ചു കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലാ പോകുന്ന സമയത്ത് അവസാനം പറഞ്ഞു, അതാ ഹുബൈബേ, നിന്റെ അഭിലാഷം എന്താ, നിന്റെ ആഗ്രഹം എന്താ? അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞ അവസാനം നമസ്കാരം കഴിഞ്ഞിട്ട് സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പടച്ചവരോട് പറയുന്നു, അല്ലാ, എപ്പോഴും വലിയ വലിയ സൂറത്ത് ഓതിയിട്ടാ ഞാൻ നിസ്കരിക്കുന്നത്, ഇന്ന് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാറുള്ള കാരണം എന്തെന്നറിയുവോ തമ്പുരാര്? ഞാനെങ്ങാണം എന്റെ നമസ്കാരം അങ്ങ് നീട്ടിയാ ഇവന്മാര് വിചാരിക്കും എനിക്കും മരിക്കാ പേടിയാണെന്ന്. അല്ലാഹുവേ, അതുകൊണ്ടാണ് എന്റെ നമസ്കാരം എളുപ്പം ചുരുക്കിയതെന്ന് പറഞ്ഞ ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനെ കുറിച്ച് കേൾക്കുന്നവരല്ലേ എന്റെ പ്രിയമുള്ള സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ആരെങ്കിലും തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന 4മത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? അവന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈമാൻ ഉറയ്ക്കുകയാണ്. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത
ഒരു പ്രലോഭനങ്ങൾക്കും ഒരു പണത്തിനും നമ്മളെ തകർക്കാൻ കഴിയില്ല. അള്ളാഹു അത്രയ്ക്കും ഉറച്ച ഈമാൻ തരുമെന്ന് പ്രവാചകൻ പറയുമ്പോ ഈ വഅദിന്റെ സദസ്സിൽ കടന്നു വന്ന ഉപ്പമാരോട് ഉമ്മമാരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, കണ്ടവന്റെ കൂടെ 18 കൊല്ലം പോറ്റി വളർത്തിയ മക്കളോടുന്ന കാലവാ പടച്ചവനെ കോടതി ചോദിക്കുന്നു, നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേടോ ഇന്നലെ കണ്ടവനെ മതിയോ എന്ന് ചോദിക്കുമ്പോ എനിക്ക് വാപ്പയും ഉമ്മയും വേണ്ട, ഇന്നലെ കണ്ടവനെ മതി എന്ന് പറഞ്ഞ് പെമ്മക്കള് പോകുന്ന കാലവാ. പെങ്ങള്, നിന്റെ പൊന്നാര മക്കളുടെ ഈമാൻ ഉറയ്ക്കടോ, നിന്റെ പൊന്നാര മക്കളുടെ ഈമാൻ ഉറയ്ക്കണോ. അല്ലാഹുവേ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്ക് പൊന്നുമോളെ. ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ നിന്റെ മോളെ വളയ്ക്കുന്നതിന് വേണ്ടി കിടന്നു വന്ന അവള് പറയും, എനിക്ക് അല്ലാഹുവെ പേടിയാ, എനിക്ക് റബ്ബിന്റെ ദീനാണ് വേണ്ടത്, എനിക്ക് ദീനാണ് വേണ്ടത്, എനിക്ക് മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടമാ, ഞാൻ പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവളാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവളാ, എനിക്കെന്റെ ദീനാണ് വലുതെന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റവും ഈമാനും നിന്റെ മക്കൾക്ക് വേണോ. പെങ്ങള്, നിന്റെ പൊന്നാര മക്കൾക്ക് പ്രവാചകൻ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൂ. നിന്റെ നേതാവ് ആരാണെന്ന് സമയം കിട്ടുമ്പോ ആവശ്യമില്ലാത്തത് മുഴുവനും നീ പറഞ്ഞു കൊടുക്കുമല്ലോ. നിന്റെ നേതാവ് ആരെന്നറിയുവോ? 63 വയസ്സ് വരെ ജീവിച്ച ലോകത്തിന്റെ നേതാവിന്റെ ശരീരത്തിൽ ഒരിക്കൽ പോലും ഈച്ച വന്നിരുന്നിട്ടില്ല പെങ്ങള്. അവിടത്തെ നിഴലില്ലായിരുന്നു, മലമൂത്ര വിസർജനം നടത്തിയ ഭൂമി തിന്നു കഴിയുമായിരുന്നു. ഇതുപോലെയുള്ള നിന്റെ പ്രവാചകനെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു മനുഷ്യര് അല്ലാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം അല്ലാഹു അവന്റെ ഈമാൻ ഉറപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ പരാജയപ്പെട്ടു പോകുമടാ പൊന്നുമോര്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ ലോകത്തോട് യാത്ര പറയാൻ കിടക്കുന്ന കിടപ്പുണ്ടല്ലോ. ആ സമയത്ത് നിന്റെ മരിച്ചുപോയ ബാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, അങ്കിൽ നീ സ്നേഹിക്കുന്നവരുടെ രൂപത്തില് കയ്യിൽ വെള്ളവും പിടിച്ചുകൊണ്ട് ശപിക്കപ്പെട്ട ഇബ്ലീസ് നിന്നെ ചതിക്കാ കിടന്നു വരുമ്പോ അവന്റെ ചതി നിനക്ക് മനസ്സിലാകണ്ട്. എടാ പോടാ എന്ന് പറഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണ്ടേ പൊന്നുമോര്. കരയുമടാ നീ മരിക്കുന്നത് കണ്ടിട്ട്. നീ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോകുന്ന കാഴ്ച കാണുമ്പോ ശൈത്താനിരുന്ന് കരയുകയാ. എന്തിനാ കരയുന്നതെന്നറിയുമോ? അല്ലാഹുവിനോട് ശൈത്താൻ പറഞ്ഞു, പടച്ചവര് നിന്റെ അടിമകളെ മുഴുവനും ഞാൻ പിഴപ്പിക്കും തമ്പുരാര്. അല്ലാഹു പറഞ്ഞു, എല്ലാവരെയും പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ, എല്ലാവരെയും പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് ചില അടിമകളുണ്ട്, അവരെ പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് മരിക്കുന്ന കാഴ്ച കാണുമ്പോ അല്ലാഹുവേ, നിന്റെ യഥാർത്ഥ അടിമ ഇവനാണല്ലാ. പ്രവാചകനാരാ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഏത് പ്രവാചകന്റെ ഖബറാണ് പ്രകാശിക്കുന്നത്? സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറിന്റെ അകത്ത് കിടക്കുന്ന നബിയാരാ? യാ റസൂലല്ലാഹ്, അത് പ്രവാചകന്റെ ഖബറല്ല നബിയേ, അത് പ്രവാചകന്റെ ഖബറല്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പിന്നെ ആരുടെ ഖബറാ? ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കുകയാ, ഒരുമ്മയുടെയും മക്കളുടെയും ഖബറാണ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. ആ ഖബറിന്റെ അടുക്കലേക്കൊന്ന് പോകുമോ ജിബ്രീൽ? ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ കിടന്നു ചൊല്ലുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ആരുടെ ഖബറാ? യാ റസൂലല്ലാഹ്, മാഷിത ബീബിയുടെ ഖബറാണ് നബിയേ.
മാഷിത റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ആരാ മാഷിതയാരാ യാ റസൂലല്ലാഹ്? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔനുണ്ടല്ലോ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പെണ്ണാട്. പടച്ചവനെ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാ. അല്ലാഹുവേ, മാഷിത ബീബി റളിയല്ലാഹു തആല മൂസാ നബി പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയാണ്. ഒരിക്കലും മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാഷിത എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. മൂസാ നബി മാഷിത ബീബിക്ക് പറഞ്ഞു കൊടുത്ത ഒരു അമലാണ്. പടച്ചവരെ, ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് അതാ മാഷിത ബീബി റളിയല്ലാഹു തആല മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. മാഷിത പറഞ്ഞു പോയി, ബിസ്മില്ലാ. ഫിർഔനിന്റെ മകള് കേൾക്കുകയാ. അവസാനം ഫിർഔനിന്റെ ചെവിയിലെത്തുകയാ. മാഷിത ബീബി റളിയല്ലാഹു തആല മുസ്ലിമായെന്ന് ഫിർഔൻ അറിയുകയാണ്. ഒരുപാട് ഉപദേശിച്ചു. കാരണം കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞ മാനക്കേടാണല്ലോ. അല്ലാഹുവേ, അവസാനം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി. ഫിർഔന് വല്ലാത്ത ദേഷ്യം വന്നു. നേതാക്കന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. അല്ലാഹുവേ, അതാ ചർച്ചയ്ക്ക് വെച്ചു. എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, എങ്ങനെയെങ്കിലും ഇവളെ തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. അല്ലാഹുവേ, എന്തേ ചെയ്തതെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. തിളപ്പിച്ചു. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയെ തിളച്ച എണ്ണയുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. തിളച്ച എണ്ണയുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തി. എന്നിട്ട് ചോദിക്കുന്നു, മാഷിത, നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ മാഷിത? മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. ശത്രുക്കൾ പറയുന്നു, നോക്കൂ മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോൾ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പൊന്നാര മകളെ വലിച്ചിടച്ചു കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. ചോദിക്കുന്നു, മാഷിത, മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ എന്റെ വല്ലപ്പുഴയിലെ ഉമ്മമാരെ, നിന്നെ പോലെ ഒരു പെണ്ണിന്റെ ചരിത്രമാ പറയുന്നത്. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാണ്, നിന്റെ പൊന്നുമക്കളെ, നിന്റെ പൊന്നുമോളെ ഈ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുമെന്ന് പറയുമ്പോ മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നുമോളെ പിടിച്ച് ചുംബനം കൊടുക്കുകയാ. കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറയുന്ന, മോളെ, എന്റെ പൊന്നുമോള് കരയല്ലേ, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാ. അല്ലാഹുവേ, തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തിളച്ച എണ്ണയ്ക്കകത്തേക്ക് യാത്രയാക്കുകയാണ്. കണ്ണിന്റെ മുന്നിൽ തിളച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയുകയാ. മാഷിത കരഞ്ഞില്ല. മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞില്ല. ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യമായി. കൊണ്ടുവന്നത് 2ാമത്തെ കുഞ്ഞിനെയാണ്. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, വല്ല മാറ്റവുമുണ്ടോ? മാഷിത ബീവിയുടെ തീരുമാനത്തിൽ മാറ്റമില്ല. ശത്രുക്കൾക്ക് ദേഷ്യമായി. 3ാമതായി കൊണ്ടുവന്നത് ആരെയെന്നറിയുവോ? സുബ്ഹാനല്ലാഹ്, പാല് കുടിക്കുന്ന പൊന്നുമോനെയാ. പ്രസവിച്ച നാളുകളായില്ല. പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ശത്രുക്കൾ പറയുന്നു, നോക്കുമാഷിത, നിന്റെ പൊന്നുമോന്റെ മുഖത്തേക്കൊന്ന് നോക്കുമാഷിത, ഇവനെയും കൊന്നുകളയണോ മാഷിത? എല്ലാവരും കൂടെ അവിടെ നിന്ന് ചോദിക്കുമ്പോ മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് തന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല.
തന്റെ പൊന്നാര മകനെയൊന്ന് നോക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് കരയുകയാ. ശത്രുക്കൾ വിചാരിച്ചു പടച്ചവനെ മാഷിത്ത തോറ്റുപോയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കളിയാക്കുമ്പോ തന്റെ പൊന്നുമോ നോക്കുമ്പോ ഉമ്മാനെ എല്ലാരും കളിയാക്കുകയാണ്. എല്ലാരും ഉമ്മയുടെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിക്കുന്നു. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുന്നു. അല്ലാഹുവേ, തന്റെ ഉമ്മാനെ കളിയാക്കിയവരുടെ ശബ്ദമടപ്പിച്ചത് എങ്ങനെയെന്നറിയുവോ? ആ പാല് കുടിക്കുന്ന പൊന്നുമോൻ അല്ലാഹു സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുകയാണ്. ആ സമയത്ത് തന്റെ പൊന്നുമോൻ അവിടെ നിന്ന് വിളിക്കുന്ന ഉമ്മാ, കരയല്ലേ ഉമ്മാ, എന്നെ സ്വർഗത്തിലേക്കൊന്ന് യാത്രയാക്കുമ്മ, ഇവരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ ഉമ്മ. അല്ലാഹുവാണ് വലിയവന്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് പാല് കുടിക്കുന്ന മകനാണ് ഉമ്മാനെ ഉപദേശിക്കുന്നത്. ശത്രുക്കൾ മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. ആ പൊന്നുമകൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്ന ഉമ്മ, ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമുമ്മ. അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ഉമ്മ. പാല് കുടിക്കുന്ന പൊന്നമകനതാ ഉമ്മയോട് പറയുമ്പോ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് തന്റെ പൊന്നാര മകനെ യാത്രയാക്കുകയാ. പെങ്ങള് മാഷിത്ത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ 3 മക്കളും മരിച്ചു. അതാ ഫിറഔൻ മാഷിത്തയുടെ അടുക്കലേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുവോ? വല്ലപ്പുഴയിലെ ഇസ്ലാമിന്റെ രക്തം ശരീരത്തു കൂടെ ഒഴുങ്ങുന്ന പെമ്മക്കള് പഠിക്കണം. ഫിറഔന് പറഞ്ഞതെന്തെന്നറിയുവോ? നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ തോറ്റുപോയി മാഷിത്താ. ഇതാരാ പറഞ്ഞതെന്നറിയുവോ? സാധാരണ ഒരു വ്യക്തിയല്ല പറഞ്ഞത്. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ സാക്ഷാൽ ഫിറഔൻ തന്റെ വീട്ടിലെ വേലക്കാരിയായ ഒരു അടിമയായ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ പെങ്ങളെ ഈമാനതാ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഫിറഔൻ മാഷിത്തയോട് ചോദിച്ചു, മാഷിത്താ, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നവളല്ലേ, നിന്നെ ഞാൻ കൊല്ലാൻ പോകുകയാണ്, വല്ല ആഗ്രഹവുമുണ്ടെങ്കിൽ പരമാശിത്താ, മരിക്കുന്നതിന് മുമ്പ് വല്ല മോഹവുമുണ്ടോ? മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹ ഫിറഔനിനെ അത്ഭുതപ്പെടുത്തുന്ന മറുപടിയാണ് പറഞ്ഞത്. എന്തേ പറഞ്ഞതെന്നറിയുവോ? എന്റെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ മക്കളെയും എന്റെ കബറിന്റെ അകത്ത് തന്നെ കബറടക്കടേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ. എന്റെ പ്രിയമുള്ളവര്, ഒരു ബിസ്മില്ല പറഞ്ഞ കിട്ടുന്ന 4ാമത്തെ പ്രതിഫലം പറഞ്ഞു. 5ാമത്തെ പ്രതിഫലം എന്തേ? നിന്റെ കബറിന്റെ അകത്ത് സുഗന്ധമാണ് വാപ്പാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുറുകെ പിടിച്ചാൽ അവിടുത്തെ സുന്നത്ത് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നോ. 5ാമത്തെ പ്രതിഫലം നിന്റെ 6 അടി മണ്ണുണ്ടല്ലോ, നിന്റെ കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് നിനക്ക് സുഗന്ധമാണ് വാപ്പാ. 6ാമത്തെ പ്രതിഫലം എന്ത്? ഒരു പ്രതിഫലം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 6ാമത്തെ പ്രതിഫലം എന്താ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ 2ാമത് മൂതുമ്പോ വല്ലപ്പുഴ പള്ളിയുടെ കബർസാനിൽ കിടക്കുന്നവർ മുഴുവനും കബർ പൊളിച്ചിട്ട് എഴുന്നേൽക്കുകയാ. എന്നിട്ട് പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു പോകുകയാണ്. എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇഴഞ്ഞ നടന്ന കുഷ്ഠരോഗിയെ പോലെ ബുഗതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പടച്ചുറപ്പിന്റെ കോടതിയുണ്ടല്ലോ. തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പടച്ചിറപ്പിന്റെ പരലോകമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന പടച്ചിറപ്പിന്റെ കോടതിയുണ്ടല്ലോ. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ച
വലിച്ചെറിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഓടുന്ന ദിവസമുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അന്നങ്ങാണ് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിച്ച വേദന അറിയാത്ത പരലോകമുണ്ടല്ലോ. അതാ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുന്ന ദിവസം പടച്ചിറപ്പിലൂടെ മക്കള് പറയുന്നു, നാഥാ എന്റെ ഉമ്മാനെ വന്ന് മലത്തി കിടത്തിത്താല്ലാ, അവരുടെ നെഞ്ചത്ത് കീറി ഞാനെന്ന് നിൽക്കട്ടെ എന്ന് മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അള്ളാഹുവേ എനിക്കെന്നെ നശിപ്പിച്ചതിവരാട്, എനിക്ക് തരുന്നതിന്റെ ഇരട്ടി ശിക്ഷ എന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണേ എന്ന് മക്കള് പറയുന്ന പരലോകമുണ്ടല്ലോ. അതാ പടച്ചുറപ്പിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തിനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് 70,000 മലക്കുകൾ റബ്ബിന്റെ നരകത്തെ കൊണ്ടുവരുന്ന ദിവസം, ആ നരകത്തെ കാണുന്ന സമയത്ത് മക്കള് പടച്ചവരോട് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ വാപ്പയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ ഉപ്പാന നരകത്തിന്റെ തീയിലേക്ക് വലിച്ചെറിയുന്ന മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങള് എല്ലാവരും നാളെ സ്വർണത്തിന്റെ സിംഹാസനത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ താഴ് പടച്ചറപ്പിന്റെ കോടതിയിൽ എല്ലാവരും സിംഹാസനത്തിൽ ഇരിക്കുമ്പോ ഒരേ ഒരു സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാ. അതിന്റെ മധ്യത്തിലിരിക്കുന്ന പ്രവാചകനെ കാണുന്നില്ല. എല്ലാവരും തിരഞ്ഞു നോക്കുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് സുജൂദിൽ കിടന്ന് കരയുകയാ. ലോകത്തിന്റെ നേതാവ് കിടന്ന് കരയുകയാ. ഇർഫഅ റഅസക യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? എഴുന്നേറ്റ് അങ്ങയുടെ സിംഹാസനത്തിലേക്ക് ഇരിക്കു നബിയേ. ഇല്ല അല്ലാഹ്, ഇല്ല അല്ലാഹ്, പടച്ചവനെ ഞാനെങ്ങാട് അതിനകത്തേക്ക് കയറിയിരുന്നാൽ പിന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമല്ലോ. അല്ലാഹുവേ ഞാനങ്ങ് സ്വർഗത്തിൽ പോയാ എന്റെ സമുദായത്തിനാരാ പടച്ചവര്? എന്റെ പാവപ്പെട്ട അനുചരന്മാർക്കാരാ തമ്പുരാനെ ഉള്ളത്? അവരെ എല്ലാവരും കൈയൊഴിഞ്ഞല്ലോ. എല്ലാവരും ഇവരെ കൈയൊഴിയുന്ന ദിവസമാണ്. നഫ്സി നഫ്സി എന്ന് വിളിച്ചിട്ട് ആദം നബി മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാര് സ്വന്തം കാര്യം നോക്കിയിട്ട് കരയുന്ന ദിവസമാ. അന്നത്തെ ദിവസം ആരാ തമ്പുരാന്? എന്റെ കൂടപ്പറപ്പുകൾക്ക് ഞാനല്ലാതെ ആരുമില്ലല്ലോ അല്ലാ. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ എഴുന്നേക്കില്ല റബ്ബേ എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുമ്പോ അല്ലാഹു ശഫാഅത്ത് ചെയ്യാറുള്ള അവകാശം കൊടുക്കുകയാ. നബിയെ ആരെ വേണമെങ്കിലും കടത്തിവിട്ടോ, അങ്ങക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും സ്വർഗം കൊടുത്തോ. അല്ലാഹുവിന്റെ റസൂലിന് അനുവാദം കൊടുക്കുമ്പോ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് കാത്തു നിൽക്കുകയാ ലോകത്തിന്റെ നേതാവ് പടച്ചവനെ. ആ പരലോകത്ത് പ്രയാസപ്പെട്ടവർക്ക് കുടിക്കാറുള്ള വെള്ളം കൊടുക്കാർ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അല്ലാഹുവേ അന്ന് ഈ സദസ്സിലിരിക്കുന്ന പലരുമുണ്ടല്ലോ, ഈ കൈവക്കിയ നമ്മളിൽ പലരുമുണ്ടല്ലോ, നാളെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കുകയാ. അല്ലാഹുവേ ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് പ്രവാചകന്റെ അതിഥിയായിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ ലയ്യ സുന്നതി ഹുർമത്ത് അലൈഹി ശഫാഅതി. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റാത്തവന് ശഫാഅത്തില്ലെന്നാ. റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്തവര് യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബി വ സ്വഹിബതിഹി വ ബനി. ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിന്ന് റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവാചകന്റെ അതിഥിയായിട്ട് നിനക്ക് കടക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ കരുണക്കടലായ അല്ലാഹ് ഞങ്ങൾക്ക് ആ ഭാഗ്യം തരണേ അല്ലാഹ്.
ഒരു പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയാ. ഓരോ മാസവും പടച്ചവരെ പാവപ്പെട്ടവർക്ക് അന്നം എത്തിച്ചു കൊടുക്കുന്ന സംഘടനയാ. ആ ചെറുപ്പക്കാർ അവരുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും കൂടപ്പിറപ്പിനും കുടുംബക്കാർക്കുമല്ല, ഈ വല്ലപ്പടയിൽ ഒരു നേരത്തെ അന്നമില്ലാത്ത പാവപ്പെട്ടവർക്ക് വേണ്ടിയാ. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വീടിന്റെ അകത്തിരുന്ന് പടച്ചറപ്പിന് പൂർത്തിട്ട് കരയുന്ന പാവപ്പെട്ട പെമ്മക്കളുണ്ടല്ലോ, അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാ. ആ സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കാൻ കഴിയോ? മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കാൻ കഴിയോ? ഓസിന് ചെയ്യാൻ അല്ല പറയുന്നില്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, വിപത്തുകളെ തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ക്യാൻസർ എന്ന മാരാരോഗത്തിന്റെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടോ എന്നറിയുമോ ചെറുപ്പക്കാരാ? അറിയുമോ വാപ്പാ? ഉണ്ടെങ്കിൽ തട്ടിമാറ്റാൻ ഈ സദഖയ്ക്ക് കഴിയും. പടച്ചവനെയും നിവിടന്ന് പോകുന്ന വഴിയിൽ ഒന്ന് തളർന്നു വീണ് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ ഡോക്ടർ പറയുന്ന 2 കിഡ്നിയും തകർന്നു പോയി. അന്ന് അല്ലാഹുവേ ഡോക്ടർ പറയുന്നു മാറ്റിവെക്കണമെങ്കിൽ 30 ലക്ഷം വരെ വില പറയുമ്പോ ഈ കൊണ്ടുവരുന്ന ബക്കറ്റിന്റെ അകത്ത് അല്ലാ പടച്ചവനെ എന്തെങ്കിലും പരീക്ഷണം നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് തട്ടിക്കളയണേ അല്ലാ എന്ന ഒരു നല്ല നിയ്യത്തോടെ ഒരു സദഖയിട്ട 25 ലക്ഷം വേണ്ട വാപ്പാ, 25 ലക്ഷം വേണ്ട പെങ്ങള്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ചെയ്തു. അല്ലാഹുവിനോട് പറയണം, നാഥാ ഈ സദഖ കൊടുക്കുന്ന കൈകൊണ്ട് നാളെ ഹൗദൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ എന്ന നിയ്യത്തോടെ എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദഖ കൊടുത്തു. കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയൂല, കൊടുത്തെന്ന് പറഞ്ഞ് ഒരിക്കലും കുറയൂല. എന്റെ പ്രിയമുള്ളവരെ, കൊടുത്തിട്ട് കുറയണമെങ്കിൽ സംസം വെള്ളം കുറയണമായിരുന്നു. ഖിയാമത്ത് നാൾ വരെ കുറയൂലല്ലോ. അല്ലാഹുവേ, ഇന്ന് വരെ ഒരു മനുഷ്യനും സദഖ കൊടുത്തിട്ട് ഫക്കീറായിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവര്, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് പുണ്യനബിയുടെ റബീഉൽ അവ്വലല്ലേ, പുണ്യനബിയുടെ റബീഉൽ അവ്വലല്ലേ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവർക്ക് പ്രവാചകന്റെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാ. മുത്തുനബിയെ മരിക്കുന്നതിന് മുമ്പ് പച്ചക്കുപ്പയുടെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നേതാവിന്റെ റൗള ശരീഫിന്റെ ചാരത്ത് ചെന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് മനസ്സ് നൊന്നിട്ട് ഒരു സ്വലാം പറയാ നീ ഭാഗ്യം നൽകണേ അല്ലാ. ഈ സദഖ അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സദഖ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ഒന്ന്, അവന് പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കും. നമ്മൾ മുറുകെ പിടിക്കാൻ തീരുമാനിച്ചു, അള്ളാഹു തരുന്ന 4 പ്രതിഫലം ദുനിയാവിൽ, 2 ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിനക്ക് അള്ളാഹു ഒരു സ്ഥാനം തരും. 2, നിന്റെ ശത്രുക്കളുടെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളാഹു ഭയം കൊടുക്കും. 3, അള്ളാഹു നിന്റെ റിസ്ക്കിൽ വിശാലത നൽകും. 4, അള്ളാഹു നിന്റെ ഈമാൻ ഉറപ്പിച്ചു തരും. 5, നിന്റെ ഖബറിൻ്റെ അകത്ത് സുഗന്ധമുണ്ടാകും. 6, ലോകത്തിൻ്റെ നേതാവിൻ്റെ അതിഥിയായി നാളെ അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ കൂടപ്പുറപ്പുകളിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 11 മണിയായി. ഞാൻ പറഞ്ഞു 11:15 നിർത്താമെന്ന് പറഞ്ഞു. ഇനി സ്വലാത്തും പറഞ്ഞ് ദുആ ചെയ്താൽ 11:15 എന്ത് ചെയ്യണം? നിർത്തണോ പറയണോ? ഇനി നിങ്ങളുടെ ഖിയാറ. എന്ത് വേണം? ഇനി നിങ്ങളുടെ ഖിയാറ. ആദം നബി അലൈഹിസ്സലാം ഒരു വാക്ക് പാലിക്കാത്തതിൻ്റെ പേരില്ല, ഉടുതുണി പോലും ഇല്ലാതെ അള്ളാഹ് സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടെ. നിസ്കരിക്കാത്തതിൻ്റെ പേരിലല്ല, എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പേരിലല്ല. ഒരു മരം കാണിച്ചിട്ട് അങ്ങോട്ട് വലാത്തക്ക അവിടെ നിന്ന് പറഞ്ഞെന്തേ? അള്ളാഹു പറഞ്ഞു ആ മരത്തിൻ്റെ ഇടക്കിലേക്ക്, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബ ഹാദിഹി ഷജറ. അങ്ങോട്ട് പോലെ എന്ന് പറഞ്ഞു പോയി. ഉടുതുണി പോലും കൊടുക്കാതെ ഇറക്കി വിട്ടു.
അപ്പോൾ പിന്നെ വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ലെങ്കിൽ എനിക്ക് അടി കൊള്ളാൻ വയ്യ മനുഷ്യന്മാരെ. എന്ത് വേണം? പറയണോ നിർത്തണം? വേണമെന്നുള്ളവർ കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോഴും ഉഷാറ് കാണണം. ഈ പൊക്കണ ആത്മാർത്ഥത എന്തിനു കാണിക്കണം? എന്തിനു കാണിക്കണം? ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം, എന്താ എല്ലാം പൊഴിഞ്ഞു വീഴുന്നല്ലോ, കൊടുങ്കാറ്റ. ഒരു പാവപ്പെട്ട പെൺകുട്ടി അടുത്ത കൊല്ലം ഇവിടുന്ന് വിവാഹം കഴിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ഇപ്പൊ വാരി കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഈ സമ്പത്ത് മുഴുവനും വാരി കൂട്ടി വെച്ചിട്ട് എന്ത് കിട്ടാനോ? ഒന്നും കിട്ടാനില്ല. പോകുമ്പോൾ എന്തെങ്കിലും ഒന്നും കൊണ്ടുപോകത്തില്ല. ഈ മനുഷ്യന്മാരെ നമ്മൾ കൂടുതൽ എന്തിനാ വാഴലൊക്കെ, എന്തിനാ വാഴലൊന്നും വേണ്ട. ഒരു മനുഷ്യനെ നന്നാകാനാണെങ്കിൽ, ഞാൻ സ്ഥലം പറയുന്നില്ല, ഒരു പിതാവ് മരണത്തോട് മല്ലടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുക. എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു പിതാവ്, സക്കറാത്തിന്റെ അവസ്ഥയാ. മക്കളൊക്കെ ഇങ്ങനെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നുണ്ട്. എല്ലാ മക്കളും ഇങ്ങനെ ചുറ്റുഭാഗത്ത് പിതാവിന്റെ മരണരംഗത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നോക്കിയപ്പോ സക്കറാത്തിന്റെ അവസ്ഥ, പക്ഷെ മരണമൊന്നും ആയിട്ടില്ല. കാരണം സാധാരണ ഒരു മനുഷ്യൻ കിടക്കുന്ന, സുഖമില്ലാത്ത ഒരാൾ കിടക്കുന്ന പോലെ തന്നെ. അപ്പോ ഞാൻ മനസ്സിൽ ദുആ ചെയ്തു, അല്ലാഹുവേ വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുക്കണേ തമ്പുരാൻ, വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുക്കണേ എന്ന് ആഗ്രഹിച്ച് ദുആ ചെയ്യാ. ഇറങ്ങുമ്പോ കൈ പിടിച്ചിട്ട് ചോദിക്കുക, ഉസ്താദെ തുടങ്ങിയോന്ന്? ഒരു മകൻ ചോദിച്ച ചോദ്യം എന്താ? തുടങ്ങിയോന്ന്? റൂഹ് പിടിച്ച് തുടങ്ങിയോന്ന്? പോകാൻ സമയമായോ? ഇങ്ങനെ മക്കളുടെ കാലം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വയലൊന്നും വേണ്ട, മരിച്ച വീട്ടിൽ പോകുന്നവരല്ലേ. ഇപ്പൊ നിങ്ങൾ മരിച്ച നമ്മുടെ ഭാര്യമാര് കരയും. കരയൂലേ? കരയൂലേ? പരമനുഷ്യന്മാരെ കരയൂലേ? കരയും. അല്ലാഹ് നിന്റെ മക്കളെയൊക്കെ പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നാ കരച്ചിലാന്നറിയാം. നമ്മുടെ ഭാര്യമാര്, ഞാൻ മരിച്ചാലും എൻ്റെ ഭാര്യ കരയും. എൻ്റെ 2 മക്കളെ സിനാനിനെയും നഈമിനെയും പിടിച്ചു വെച്ചിട്ട് സുമയ്യ വലിയ കരച്ചിലാ. എന്ത് പറഞ്ഞിട്ടാ കരയണെന്നറിയാം? ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യം പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ചിന്തിക്കണം. നമ്മുടെ വെള്ള തുണിയിൽ പുതച്ച് വീടിൻ്റെ അകത്ത് ഇങ്ങനെ കിടത്തി, ആൾക്കാരൊക്കെ വന്നു, കണ്ടു, കുളിപ്പിച്ചു, കഫമൊക്കെ തുണിഞ്ഞു, കഫമൊക്കെ പുതച്ചിങ്ങനെ ഇട്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ ഭാര്യ കരയുക, അല്ലാ പടച്ചോനെ, ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ആരാ അല്ലാ ഉള്ളേ? എന്താ പറയണേ? അല്ലാഹുവേ, ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ആരാ തമ്പുരാനെ ഉള്ളത്? ഇന്നലെ വരെ ഈ മനുഷ്യനായിരുന്നു തന്നുകൊണ്ടിരുന്നത്, ചെലവൻ ഇങ്ങാര് പോയല്ലോ, അല്ലാ ഇനി ആരാ ഉള്ളേ? സത്യത്തിൽ ചിരിക്കാൻ പറഞ്ഞതല്ല, ചിന്തിച്ച് നോക്കിയാൽ മതി. അപ്പോഴും അവളുടെ കാര്യമല്ലേ പറയണേ? അവക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കുടുംബക്കാരുണ്ട്, ഇതുപോലെയുള്ള പല സംഘടനകളുണ്ട്, പള്ളിയിലെ ജമാഅത്തുണ്ട്. എന്നിട്ടും അവള് പറയുന്നു, അല്ലാഹുവേ എനിക്കും എൻ്റെ മക്കൾക്കും. ഇവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് അവക്കുള്ളതാ, വണ്ടി അവക്കുള്ളതാ, എല്ലാം അവക്ക് കൊടുത്തിട്ടാ പോണേ. എന്നിട്ട് ഇവൾ ഇത്രയും കിട്ടിയിട്ടും പറയുന്നു, പടച്ചവനെ ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ആരാ ഉള്ളേ? സത്യത്തിൽ അവൾ എന്താ പറയണ്ടേ? അല്ലാഹുവേ, എൻ്റെ ഇക്കാനെ കുഴി കൊണ്ടിടാൻ പോവാ പടച്ചവനെ, ഇയാൾക്കാരാ ഉള്ളത് എന്ന് പറയുന്നതിന് പകരം ഭാര്യ പറയണത് എനിക്കാരാണ്. ഇന്ന് വരെ ഒരു പെണ്ണും നേരെ തിരിച്ചു പറഞ്ഞിട്ടില്ല, പറയുമെന്ന് തോന്നുന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞതിനർത്ഥം പള്ളിക്കാട്ടിൽ പോയത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ മാത്രമേ കാണൂ. എല്ലാവർക്കും ATM-ന്റെ മുന്നിൽ പൈസ ഉണ്ടെങ്കിൽ കാവൽക്കാരനും ഉണ്ട്, ആളും ഉണ്ട്. ഇതിനകത്ത് പൈസ ഇല്ലെങ്കിൽ അവിടെ പട്ടി കയറി കിടക്കുക. ഇതാ അവസ്ഥ. ATM-ന്റെ മുന്നിൽ, ATM-നകത്ത് പൈസ ഉണ്ടെങ്കിൽ ആളുമുണ്ട്, കാവൽക്കാരനുണ്ട്. പൈസ ഇല്ലാത്ത ATM-ന്റെ മുന്നിൽ കാവൽക്കാരൻ നിൽക്കാണ്ട ആരുമില്ല. പട്ടി നല്ല ഉറക്കം, എൻ്റെ മുന്നിൽ കിടന്ന് നല്ല ഉറക്കം, ഇല്ലെങ്കിൽ രാത്രി വരെ കസേരയിട്ട് കാത്തിരിക്കും. നമ്മളൊക്കെ വീടിൻ്റെ ATM. പണം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ കളഞ്ഞു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം അങ്ങനെയാണല്ലോ. ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം. അല്ലാതെ വേറെ ചിലർക്ക് ദീനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആഖിറവും മരണവും ഖബറും പരലോകവും മശ്റയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദുനിയാവ് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഒരു കഥ പറയാം, സമയം ഉണ്ടാവുമോ? ബോറടിക്കാതിരിക്കാൻ ഒരു കഥ പറയാം, സമയം ഉണ്ടാവുമോ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലിഹിസ്സലാം, ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ ഒരു വലിയ അറിവൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനും കൂടെ വരുന്നു, ഞാനും കൂടെ വരുന്നു, എന്നെ കൂടെ കൊണ്ടുപോകും. ഈസാ നബി പറഞ്ഞു, കൂടെ കൂടിക്കോളാം. ഈസാ നബി അലിഹിസ്സലാം ഈ മനുഷ്യനും കൂടെ ഒരു ഗ്രാമത്തിലൂടെ വേണം ക്രോസ് ചെയ്ത് പോകാൻ. അവിടെ ചെന്നപ്പോൾ ഈസാ നബി അലിഹിസ്സലാമിന് ഈ മനുഷ്യനെ കണ്ടപ്പോൾ, അവരൊക്കെ പ്രവാചകനാണല്ലോ, നമ്മളൊക്കെ തങ്ങന്മാരെ കാണുമ്പോൾ കൈ മുത്താൻ ഓടുന്ന പോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണല്ലോ. ഈസാ നബി അലൈഹിസ്സലാം എല്ലാവരും വന്നു, കയ്യിൽ മുസാഫത്തൊക്കെ ചെയ്ത് വലിയ കാര്യമായി. എന്നിട്ടൊരു 3 ചപ്പാത്തി എടുത്ത് പൊതിഞ്ഞിട്ട്
ഈ കൂടെ പോയ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാം അവിടെ അവരൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? 3 ചപ്പാത്തിയിൽ ഒരെണ്ണം എടുത്ത് കാണാതെ അങ്ങ് തിന്നു. 2 എണ്ണേ പിന്നുള്ളൂ. അവൻ നടന്നു പോകുന്ന വഴിയിൽ ഈസാ നബി അലൈഹി സ്വലാം ഈ കൂടെ വന്ന മനുഷ്യനോട് ചോദിച്ചു, അവിടെ നിന്ന് എന്ത് ചപ്പാത്തി തന്നു നബി? എത്ര എണ്ണം തന്നു? 2 എണ്ണവേ തന്നുള്ളൂ. കള്ളം പറഞ്ഞു. അപ്പൊ നബി ചോദിച്ചു, 3 എണ്ണം തന്നില്ലേ? ഇല്ല, 2 എണ്ണവേ തന്നുള്ളൂ. നടന്ന് മുന്നോട്ട് ചെന്നു. നോക്കുമ്പോ മുന്നിൽ സമുദ്രമാണ്. അക്കരയിലേക്ക് പോകാൻ ഒരു വഴിയില്ല. ഈസാ നബി അലൈഹി സ്വലാം ഈ മനുഷ്യനും ആ തെരുത്ത് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, എങ്ങനെ പോകും? ഈസാ നബി പറഞ്ഞു, എൻ്റെ കൈ പിടിച്ചോളാം. കൈ പിടിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നങ്ങ് പോയി. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയിലെത്തിയപ്പോൾ ഈ മനുഷ്യൻ പറയാ, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം പടച്ചോനെ, വെള്ളത്തിന്റെ മുകളിലൂടെയൊക്കെ നടക്കാ, അല്ലാഹ് അത്ഭുതം. ഈസാ നബി ചോദിച്ചു, അവിടുന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 എണ്ണവേ തന്നുള്ളൂ നബി. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. എത്ര തന്നു? 2. ഈസാ നബി ഒന്നും മിണ്ടിയില്ല. കുറച്ചു മുന്നോട്ട് നടന്നു. ഭക്ഷണം കഴിക്കാൻ സമയമായി. ഒരു മാനിനെ പിടിച്ചു. അള്ളാഹു അതിനെ ഭക്ഷിച്ചു. അതിനുശേഷം എല്ലുകൾ മുഴുവനും എടുത്ത് ചേർത്ത് വെച്ചിട്ട് ഈസാ നബി അലൈഹി സ്വലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ആ തിന്ന മാൻ ഓടുക. അപ്പോഴീ മനുഷ്യൻ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം പടച്ചവനെ, വല്ലാത്ത അത്ഭുതം. ഈസാ നബി ചോദിച്ചു, എടാ അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 എണ്ണവേ തന്നുള്ളൂ നബി. അപ്പോഴും കള്ളം പറഞ്ഞു. 2 പേരും കൂടെ നടന്ന് മരുഭൂമിയിലെത്തി. ഈസാ നബി അലൈഹി സ്വലാം മണ്ണുകൾ വാരിയിട്ട് ഇങ്ങനെ കൂട്ടി. 3 പ്രാവശ്യം 3 കൂനകൾ മണ്ണിങ്ങനെ കൂട്ടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൈവച്ചപ്പം 3 സ്വർണ്ണമായി മാറി. ഈസാ നബി പറഞ്ഞു, 1 എനിക്ക് 1 നിനക്ക്, 1 എനിക്ക് 1 നിനക്ക്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, നബിയെ, ഈ 3ാമത്തത് ആർക്കുള്ളതാ? ഈസാ നബി പറഞ്ഞു, അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 എണ്ണം തിന്നവനുള്ളതാ. ഇവൻ പറഞ്ഞു, നബിയെ, ഞാനാ നബിയെ എടുത്ത് തിന്നത്. എന്താ പറഞ്ഞ്? ഈ സ്വർണം ആർക്കുള്ളതാ? അവിടെ നിന്ന് തന്ന 1 ചപ്പാത്തി തിന്നവനുള്ള. ഇവൻ പാണയിട്ടിട്ട് പറയാം, ഞാൻ തിന്ന നബിയെ, ഞാനാ തിന്നത്. നിങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഞാനെടുത്ത് കഴിച്ചു. ചിരിച്ചു തള്ളാനല്ല, 2 വലിയ ദൃഷ്ടാന്തം കാണിച്ചിട്ട് അവനെ തിരിഞ്ഞില്ല. പണം കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറന്നു വീണു. ഈസാ നബി പറഞ്ഞു, 3 നീ എടുത്തോ, എനിക്ക് വേണ്ട. 3 എനിക്ക് വേണ്ട, നീ എടുത്തോ. ചരിത്രം ഇനിയും കേൾക്കണം. ഇനിയും ആ ചരിത്രം അതിൻ്റെ അവസാനം വരെ കേൾക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ 3 സ്വർണ്ണക്കട്ടയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 ചെറുപ്പക്കാര് കുതിരയുടെ മുകളിൽ വരുന്നു. ഒരുത്തൻ സ്വർണ്ണമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക. പിന്നെ പറയേണ്ടതില്ലല്ലോ. അവന്മാർ 3 പേരും കൂടെ ഇവനെ തല്ലിക്കൊന്നു. എന്നിട്ട് സ്വർണം മുഴുവനും ചാക്കിനകത്ത് വാരിയിടുക. അപ്പോൾ ഒരാൾ പറഞ്ഞു, നല്ല വിശപ്പുണ്ട്, ഞങ്ങൾ 2 പേര് ഇവിടെ കാവലിരിക്കാം, ഒരാൾ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വാ. അങ്ങനെ 2 പേര് കാവലിരുന്നു. ഒരാൾ ഭക്ഷണം വാങ്ങാൻ കുതിരയുടെ മുകളിൽ അങ്ങോട്ട് പോകുമ്പോൾ ഈ 2 പേരിൽ ഒരുത്തൻ പറഞ്ഞു, അളിയ, ഇവൻ തിരിച്ചു വരുമ്പോൾ ഇവനെ കൊന്നു കളഞ്ഞ ഇവൻ്റെത് നമുക്ക് 2 പേർക്കും പകുതി എടുക്കാം. എന്തിനാ വെറുതെ അവന് കൊടുക്കണേ? എന്താ പറഞ്ഞേ? ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോൾ ഇവനെ കൊന്ന ഇവൻ്റെത് കൂടെ നമുക്ക് 2 പേർക്കും 50-50 ആയിട്ട് എടുക്കാമല്ലോ. അപ്പൊ ഇവർ 2 പേരും കൂടെ തീരുമാനിച്ചു അവനെ കൊല്ലാൻ. പക്ഷെ പോയവൻ ഭയങ്കര കഴിവുള്ളവനായിരുന്നു. അവൻ കുതിരയുടെ മുകളിൽ ഇരുന്ന് ചിന്തിച്ചു, അല്ലാ, ഭക്ഷണത്തിനകത്ത് ഇത്തിരി വിഷം കലക്കി കൊടുത്താൽ ഇവന്മാര് 2 പേരും തിന്നിട്ടങ്ങ് ചാകും, 3 കൂടെ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാമല്ലോ. അവന്റെ ചിന്ത എങ്ങനെയായിരുന്നു? അവസാനം ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വന്നപ്പോൾ ഇവർ 2 പേരും കൂടെ അവനെ കൊന്നു. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഭക്ഷണം തിന്നി ഇവന്മാരും ചത്തു. ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ അനുയായികളുമായി നടന്നു വന്നപ്പോൾ 3 സ്വർണത്തിൻ്റെ കെട്ടുകളും അവിടെയുണ്ട്, 4 മയ്യത്തുകളും അവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് ദുനിയാവിൻ്റെ പുറകിൽ പോകുന്നവൻ്റെ അവസ്ഥ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് കൊടുത്താൽ കൂടുന്നതല്ലാതെ കുറഞ്ഞ ചരിത്രം എന്നുവരെയില്ല. ഒരിക്കലും കെട്ടിക്കിടക്കുന്ന വെള്ളം വർദ്ധിച്ച കഥയില്ല. ഒഴുകുന്ന വെള്ളത്തിൽ മാത്രമേ വർധനവുള്ളൂ. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്റെ ജീവിതം പഠിക്കണം, വായിക്കണം. വെറുതെയല്ല. ആരാണ് മുത്തുനബി, ആരായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അഭിമാനം തോന്നും നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ജീവിതം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പെണ്ണുങ്ങളൊക്കെ വിചാരിക്കുന്നത് പണം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന്. ആരാ പറഞ്ഞേ? ജീവിതത്തിൽ പണമുണ്ട്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഏത് പെണ്ണിനെന്നറിയോ? നിസ്കരിക്കുന്ന പെണ്ണിന് മാത്രമല്ല സ്വർഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. ഏത് പെണ്ണിനെന്നറിയോ? രാവിലെ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഹറാമിന്റെ പൈസയും ഹറാമിന്റെ ഭക്ഷണവുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ, ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാ, മരിച്ചാലും കുഴപ്പമില്ല,
ഹറാമിൻ്റെ പൈസയും ഭക്ഷണവുമായിട്ട് വീട്ടിലേക്ക് വരല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ പണം ഉണ്ടെങ്കിലല്ല ജീവിതത്തിൽ സന്തോഷമുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പഠിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകൻ നീയൊക്കെ ജീവിതത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ടോ താത്ത? എല്ലാവരും പറയും നമ്മളൊക്കെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല പറിച്ച് കഴിച്ചിട്ടുണ്ട്. നീ കഴിച്ചിട്ടുണ്ടോ? നീ ആകെ പുതിന ഇലയും മറ്റതല്ലേ തിന്നിട്ടുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകനും കുടുംബവും ഷൈബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ 3 കൊല്ലം പച്ചില പറിച്ച് തിന്നിട്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്ന് ചരിത്രം പറയുന്നു. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നിട്ടുണ്ട് നമ്മൾ. ഇന്നത് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയറ്റിൽ കല്ല് വെച്ച് കെട്ടി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എൻ്റെ വീടിൻ്റെ അകത്ത് വിളക്കിൻ്റെ അകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനെടുത്ത് കുടിക്കുമായിരുന്നു എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. ആ വീടിൻ്റെ രംഗമൊന്ന് ചിന്തിക്കും നിങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ പരിതാപകരമായ അവസ്ഥ. റബീഉൽ അവ്വൽ 11, 12 വരുമ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. റബീഉൽ അവ്വൽ 11 അന്ന് വൈകുന്നേര സമയം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചില്ല. രോഗം പിടിച്ചിട്ട് കിടക്ക ആയിഷ ബീവിയുടെ വീട്ടില്. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്ത? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മാറി നിന്നിട്ട് കരയുക. കാരണം 63-ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ വീടിന്റെ അകത്ത് വിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയില്ലായിരുന്നു. മനുഷ്യ ചിന്തിക്കണം. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസം വിളക്കിനകത്തൊഴിക്കാൻ എണ്ണയില്ല. വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുള് വന്നു. പിന്നെയും ചോദിച്ചു, എന്തേ ആയിഷ? കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ എണ്ണയില്ല നബിയെ. അള്ളാഹുവിന്റെ റസൂൽ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. ബാക്കി എല്ലാ ഭാര്യമാരുടെ വീട്ടിലും നിന്ന് കൊണ്ടുവന്ന എണ്ണ കൊണ്ടാ വീട്ടിൽ വിളക്ക് കത്തിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഇന്ന സ്ഥലത്ത് 6-7 ദിർഹമുണ്ട്, എടുത്തുകൊണ്ടുവാ. കരയ കൈവച്ചിട്ട്, അള്ളാഹുവേ, ഇതെന്റെ വീടിന്റെ അകത്തിരിക്കുന്ന സമയത്താണ് ഞാൻ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഞാൻ രക്ഷപ്പെടൂലല്ലോ. എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒരൊറ്റ 5 നയാ പൈസ ഇല്ലായിരുന്നു മനുഷ്യ. ലോകത്തിന്റെ നേതാവ് വഫാത്താകുമ്പോൾ 1 രൂപ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തില്ല. വിളക്കിനകത്തൊഴിക്കാൻ എണ്ണയില്ല. പടയെങ്കി പണയവാ. പിറ്റേ ദിവസം രാവിലെ റബീഉൽ അവ്വൽ 12 ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചു. സ്വഹാബികൾ മുഴുവനും പള്ളിക്കകത്തിരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു, മറയൊന്ന് മാറ്റ ആയിഷ. മറ മാറ്റുമ്പോൾ പള്ളിക്കകത്ത് നമസ്കരിക്കുന്ന സഹാബികളെ എല്ലാരെയും നോക്കി. ഓരോ സഹാബിയെയും പ്രവാചകൻ നോക്കി. എല്ലാവരുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അവിടെ നിന്ന് തടച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഹായിന്റെ സമയമായപ്പോ പ്രവാചകൻ തന്റെ പൊന്നുമോളെ അടുത്ത് വിളിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചെവിയിൽ വാപ്പ ഒരു രഹസ്യം പറഞ്ഞു, മോളെ ഫാത്തിമ, എല്ലാ വർഷവും റമളാനിന് ഞാൻ ഒരു പ്രാവശ്യം ഖുർആൻ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതി കേൾപ്പിക്കും. ഈ പ്രാവശ്യം ഞാൻ 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു. മോളെ, വാപ്പായിക്ക് പോകാൻ സമയമായെന്ന് തോന്നുന്നു ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതും മോളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് എൻ്റെ അടുക്കിലേക്ക് വരുന്നത് നീയാ മോളെ. ഫാത്തിമ ബീബിക്ക് സന്തോഷമായി, പുഞ്ചിരിക്കുക. വീട്ടിലെല്ലാവരെയും വിളിച്ച് ആയിഷ ബീബി വിളിച്ച് ഉപദേശിച്ചു. ഭാര്യമാരെ ഉപദേശിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ 2 പേരെയും കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് പെട്ടെന്ന് പനിയങ്ങ് കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് പനിയങ്ങ് കൂടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിൻ്റെ അകത്ത് എല്ലാവരും കരച്ചല. എല്ലാവരും വീടിൻ്റെ അകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ തളർന്നു കിടക്കുകയാണ്. അപ്പോഴാണ് വീടിന്റെ കവാടത്തിൽ കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കുവോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ കവാടത്തിൽ ആരോ സലാം പറയുന്നു, ഒന്ന് തുറക്കുവോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഉപ്പ രോഗിയാ, എഴുന്നേക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. വല്ലാത്ത വേദനയോടെ എൻ്റെ പിതാവൊന്ന് കണ്ണടച്ചതേ ഉള്ളൂ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും വീടിന്റെ കവാടത്തിൽ അതേ മനുഷ്യൻ, അതേ ശബ്ദം, അതേപോലെ സലാം പറയുന്നു. റസൂലുള്ളാഹിയുടെ വീടിന്റെ മുന്നിൽ വാതിലൊന്ന് തുറക്കുവോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പറഞ്ഞു, എൻ്റെ ഉപ്പ രോഗിയായി കിടക്ക, പോയിട്ട് പിന്നെ വാ.
എത്രയോ വാപ്പായ്ക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടാമതും വിളിച്ചു പറഞ്ഞു. കുറേ സമയം കഴിഞ്ഞു മൂന്നാമതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ മുന്നിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്, പ്രവാചകന്റെ കുടുംബമേ ഒന്ന് വാതിൽ തുറക്കുവോ എന്ന് സലാം പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ വാതിൽ തുറക്ക്, മോളെ ഫാത്തിമ വാതിൽ തുറക്ക്. അസ്റായിൽ അലൈഹിസ്സലാം വന്ന് നിൽക്കുന്നു. മോളെ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വാതിൽ തുറന്നു. അസ്റായിൽ അലൈഹിസ്സലാം പ്രവാചകന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു സലാം പറഞ്ഞു. എന്തേ അസ്റായിലെ, ദുനിയാവ് വേണോ നബിയെ, ആഖിറം വേണോ നബിയെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഖിറം തെരഞ്ഞെടുത്തു. അവിടെ നിന്ന് മരണം റൂഹ് പിടിക്കാനുള്ള അനുവാദം കൊടുത്തു. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കാനുള്ള അനുവാദം കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് റൂഹ് പിടിക്കാനുള്ള അനുവാദം കൊടുത്തു. അസ്റായിൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലിന്റെ തള്ളവിരൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. അവിടെ നിന്നിങ്ങനെ റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന് വേദന സഹിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ള തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്, എഴുന്നേക്കുന്നുണ്ട്, പിന്നെയും കിടക്കുന്നുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് പോലും ചോദിച്ചു പോയി, അസ്റായിലേ, എന്തൊരു വേദനയാണ് അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ? അള്ളാഹുവിന്റെ പ്രവാചകൻ അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതിനേക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അസ്റായീൽ പോലും ഇരുന്ന് കരയുകയാണ്, അവിടത്തെ കൈവിറയ്ക്കുകയാണ്. കാരണം ഇതുപോലെ ഇതിനേക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകം പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വെള്ളത്തിന്റെ അകത്ത് തുണി മുക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. എല്ലാവരും അടുത്തിരിക്കുന്നുണ്ട്, എല്ലാവരും അടുത്തിരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദന സഹിക്കാൻ കഴിയാതെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചത്ത് ലോകത്തിന്റെ നേതാവ് ഇങ്ങനെ ചാരിക്കിടക്കുകയാ. തന്റെ ഭാര്യയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിക്കിടക്കുകയാണ്. എല്ലാവരും അടുത്തിരിക്കുന്നുണ്ട്. അവസാനം വെള്ളത്തിന്റെ അകത്ത് പ്രവാചകനെ കൈയെടുത്തിട്ടു. ലോകത്തിന്റെ നേതാവ് തന്നെ തന്റെ കൈയെടുത്ത് വെള്ളപാത്രത്തിന്റെ അകത്തിട്ടിട്ട് അവിടുന്ന് വെള്ളം കോരിയിട്ട് സ്വന്തം മുഖം ഇങ്ങനെ കഴുകുകയാണ്. ആ വെള്ളം മുഖത്തേക്ക് എടുത്തൊഴിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ. പറഞ്ഞത് ലോകത്തിന്റെ നേതാവാണെങ്കിൽ റസൂലുള്ള പോലും പറഞ്ഞു മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. പെങ്ങളെ, ചരിത്രം പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവേ, ആയിഷ ബീവിയുടെ കൂടപ്പിറപ്പ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരുന്നത്. പ്രവാചകൻ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി, ആ സ്വഹാബിയുടെ കയ്യിലേക്ക് നോക്കി. ആ സ്വഹാബിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. പ്രവാചകന് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ആയിഷ ബീവിക്ക് മനസ്സിലായി. ആ മിസ്വാക്ക് വാങ്ങിയിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പക്ഷേ പ്രവാചകന് സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിച്ചു, നബിയേ, ഞാൻ തേച്ച് തരട്ടെ നബിയേ? അവിടെന്ന് തന്റെ വായിലേക്ക് പല്ലിലേക്ക് മിസ്വാക്ക് വെച്ചിട്ട് കടിക്കുകയാ. കടിച്ച് നല്ലതുപോലെ പാകമാക്കിയിട്ട് ഉമ്മാ തന്റെ കുഞ്ഞിന്റെ
കുഞ്ഞിന്റെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന് പല്ല് തേച്ച് കൊടുക്കുകയാണ്. പടച്ചവരെ, അവസാനം റൂഹ് പിടിച്ച് പ്രവാചകന്റെ റൂഹിന്റെ അവസാനം തുണ്ടയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ കവാടത്തില്, പ്രവാചകന്റെ വീടിന്റെ കവാടത്തില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകൻ ഉസാമ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. എന്റെ പ്രിയമുള്ളവരെ, ഉസാമ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കവാടത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. ചരിത്രം അവിടെ നിന്ന് പറയുന്നുണ്ട്, പ്രവാചകന്റെ കൈയൊന്ന് ചലിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയൊന്ന് ചലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു, ഉസാമ ഒന്ന് ദുആ ചെയ്യ് മോനെ, എന്റെ മരണവേദന അല്ലാഹു ഒന്ന് കുറച്ചു തരാ, എന്റെ മരണവേദന അല്ലാഹു ഒന്ന് കുറച്ചു തരാ, ഒന്ന് ദുആ ചെയ്യണേ എന്ന് ലോകത്തിന്റെ നേതാവ് പോലും ആംഗ്യം കാണിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും തമാശയല്ലല്ലോ. മരണത്തിന് വേദനയുണ്ടെന്ന് ആരും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും വിശ്വാസമാണ്. ഉണ്ടെന്ന് പറഞ്ഞത് ആരെങ്കിലുമല്ല, അല്ലയാ പറഞ്ഞത്. കുല്ലു നഫ്സിന ദായിഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ, ഞങ്ങളുടെ മരണം നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാ.